സോ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു ഹൊറർ ആനിമി സീരീസാണ് ഉസുമാക്കി. ഞാൻ ഈ ഉസുമാക്കി എന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഒരു ക്യാരക്ടറിനെയാണ്. എല്ലാവരുടെയും മനസ്സിലും വന്ന് കാണും. എൻ്റെ മനസ്സിൽ വന്നൊരു ക്യാരക്ടറാണ് നറൂട്ടോ ഉസുമാക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഈ ഉസുമാക്കി എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. ഉസുമാക്കി എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു സ്പൈറൽ അല്ലെങ്കിൽ ചുരുളിയാണ് ഉദ്ദേശിക്കുന്നത്. പേര് പോലെ തന്നെ ഈ സീരീസിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഉസുമാക്കി തന്നെയാണ്. സോ ഈ സീരീസിൻ്റെ സ്റ്റോറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. സോ ഈ ഫീമെയിൽ ക്യാരക്ടർ ഒരു ടൗണിലാണ് താമസിക്കുന്നത്. ഈ ടൗൺ എന്ന് പറയുന്നത് വളരെയധികം വിയർഡായിട്ടുള്ള ഭയങ്കര അധികം വിയർഡായിട്ടുള്ള ഒരു ടൗണാണ്. സോ ഈ ടൗണിലുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം അഡിക്ഷൻ ഉസുമാക്കി അഥവാ ഈ സ്പൈറലിനോട് വളരെയധികം അഡിക്ഷൻ തോന്നുവാണ്. സോ അങ്ങനെ ഇവർ നോക്കുന്നത് മുടി, ചെടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവരിങ്ങനെ സ്പൈറലായിട്ട് തോന്നുവാണ്. അങ്ങനെ അഡിക്ഷൻ തോന്നി നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ, സോ അതുവരെ മുറിച്ച് കളയുകയാണ്. ഈ സ്പൈറലിനോട് അഡിക്ഷൻ തോന്നി അതുവരെ അങ്ങനെ ഒരു അഡിക്ഷൻ രീതിയിലേക്ക് ഇവർ പോവുകയാണ് ഈ സംഭവത്തിനോട്. സോ അങ്ങനെ ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മെയിൻ ക്യാരക്ടർ നോക്കുന്നു. പിന്നെ ഈ ടൗണിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സീരീസിനകത്ത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു ഹൊറർ സീരീസാണ്, നിങ്ങളത് മനസ്സിൽ വെച്ചോണ്ട് ഇതൊരു ഹൊറർ സീരീസാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒന്നും ഈ സീരീസ് കാണാൻ പറ്റത്തില്ല. കാരണം വളരെയധികം മൈൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീരീസും കൂടാണ് ഈ ഉസുമാക്കി. നമ്മൾ നോക്കിയിരിക്കാൻ നേരത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു പേടിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഈ സീരീസ് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് സീനായിട്ടുള്ളൊരു സീരീസാണ്. അതുമാത്രമല്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടാണ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഈ അത്യാവശ്യം നല്ല കിള്ള സീരീസാണ്. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ വിഷയമാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റോറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിത് കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ വിഷയമാണ്, കണ്ടു നോക്കുക. സോ ഈ സീരീസിന് വെറും 5-6 എപ്പിസോഡ് കണ്ടേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെല്ലാവരും കാണുക. പിന്നെ അത്യാവശ്യം നല്ല പേടിയുള്ളവർ അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞുതരാം, ഈ ഗർഭിണിയായിട്ടുള്ളവർ പിള്ളേരൊന്നും ഈ സീരീസ് കാണാൻ പോകണ്ട. കുറച്ച് സീനായിട്ടുള്ള സീരീസാണ്. നമ്മളെ നല്ല രീതിയിൽ പേടിപ്പെടുത്തും, നമ്മളെ നല്ല രീതിയിൽ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനത്തെ ഒരു സീരീസാണ്. സോ ഈ സീരീസിനെ കൊണ്ട് കാണാൻ പറ്റുന്നവരെല്ലാവരും പോയി കാണുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ റിവ്യൂസ്, ആനിമി ന്യൂസസ്, എക്സ്പ്ലനേഷൻ എല്ലാത്തിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സീരീസിലെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എത്ര പേര് കമൻറ്റ് ചെയ്ത് പറയുന്നു അത്രയും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.